ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പൊ എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പൊ എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നേ. ഓക്കെ, ഞാൻ ആരാണ്, ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ഇഷ്ടങ്ങൾ എന്താണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. ഗായ്സ്, എൻ്റെ പേര് ബിനിഷ. ഞാൻ എൻ്റെ വീട് വന്നിട്ട് എടക്കര എന്ന സ്ഥലത്താണ് കേട്ടോ. മലപ്പുറം എടക്കരയാണ് എൻ്റെ വീട്. കല്യാണം കഴിഞ്ഞു എനിക്ക് 2 മക്കളുണ്ട്. ഓക്കെ, എൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര വലിയ പ്രൊഫഷനോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ആക്കി, ഡിഗ്രി വരെ പോയിട്ടുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടില്ല. പിന്നെ മക്കളൊക്കെ ആയപ്പോൾ പിന്നെ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഇതാണ് എനിക്കിപ്പോൾ ഇഷ്ടം കേട്ടോ. ഞാനിപ്പോൾ ഒരു യൂട്യൂബർ ആവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം പഠിച്ചത്, ഡിഗ്രി പഠിച്ചത് ക്ലാസിക് കോളേജ് നിലമ്പൂരാണ് ഞാൻ പഠിച്ചത് കേട്ടോ. അപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞ് എനിക്ക് 2 മക്കളുണ്ട്, ഒരു മോളുണ്ട്, ഒരു മോനുണ്ട്. എൻ്റെ ഫാമിലിയിലാണെങ്കിൽ ഞങ്ങള് അച്ഛൻ, അമ്മ, അച്ഛമ്മ, 4 പെൺകുട്ടികൾ, ഞാനാണ് ഏറ്റവും മൂത്തത്. ഓക്കെ, കല്യാണം കഴിച്ച് എൻ്റെ ഏട്ടൻ്റെ വീട്ടില് അച്ഛൻ, അമ്മ, 4 ചേച്ചിമാര്, ചെറുതാണ്, ചെറിയ കുട്ടിയാണ് ഏട്ടൻ കേട്ടോ. ബാക്കിയൊക്കെ ചേച്ചിമാരെ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ സെറ്റിൽഡ് ആണ്. എനിക്ക് 2 മക്കളാണ് പറഞ്ഞല്ലോ, ഒരു മോളും ഒരു മോനുമാണ്. മോക്ക് 6 വയസ്സ്, മോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ മോന് 1.5 വയസ്സ് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഹാപ്പി ലൈഫ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഫാമിലിയൊക്കെ ആയിട്ട് പോവാണ്. കാരണം ഞാൻ പിന്നെ ഒന്നിനും പോയിട്ടില്ല, ഞാൻ ഡിഗ്രി വരെ പഠിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് പിന്നെ പോകാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് ഇതിന് താല്പര്യമില്ല കേട്ടോ. ഇപ്പം എൻ്റെ താല്പര്യം ഇതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്യുന്നതാണ് ഈ ഒരു യൂട്യൂബില് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടത്തോടെ, ഒരുപാട് താല്പര്യത്തോടെ ആണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഒരുപാട് സപ്പോർട്ടാണ്. ചെയ്യാവുന്ന കാര്യങ്ങൾ പറഞ്ഞല്ലോ, കുട്ടികളാണ് നമ്മുടെ കുട്ടികൾ, ഒരിക്കലും നമുക്കൊരു ഭാരമാവില്ല. എനിക്കൊരിക്കലും എൻ്റെ കുട്ടികളെ ഭാരമല്ല. പക്ഷെ എനിക്ക് എൻ്റെതായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ ആ ഒരു ആഗ്രഹങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. അപ്പൊ അതിനാണ് ഞാൻ യൂട്യൂബ് വീഡിയോസ്, എനിക്ക് കുറച്ച് ഡബ് സ്മാഷ് ചെയ്യാൻ അറിയാം. അതുപോലെ തന്നെ ഞാൻ വ്ലോഗ് ചെയ്യുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ ഞാൻ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനത്തെ വീഡിയോസ് ആണ് ഞാൻ കൂടുതൽ ഇപ്പൊ യൂട്യൂബിൽ ഇടുന്നത്. അപ്പൊ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് അത് തന്നെയാണ്. എനിക്ക് അത്യാവശ്യം എനിക്ക് എനിക്ക് എന്ത് കാര്യങ്ങളും പുറത്ത് എന്തെങ്കിലും ഒരു തെറ്റ് കാണുകയാണെങ്കിൽ ആദ്യം മുതലേ ഞാൻ പഠിക്കുന്ന സമയം തൊട്ടേ അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും തെറ്റ് കണ്ടാലും ഞാനത് പറഞ്ഞു പോകും, എനിക്കത് പറയണം. അതാണ് ഞാൻ കൂടുതൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ. കാരണം എനിക്കൊരു തെറ്റ് കണ്ടാൽ ഞാനത് പറഞ്ഞു പോകും. ഞാൻ എൻ്റെ ആരായാലും ശരി, എൻ്റെ വീട്ടുകാരായാലും ശരി, ഇവിടെ ഏട്ടൻ്റെ വീട്ടുകാരായാലും ശരി, അങ്ങനല്ലേ, തെറ്റ് കണ്ടാൽ ആരുടെ ഭാഗത്താണോ തെറ്റ് എന്ന് കണ്ടാൽ ഞാനത് പറയും. അതിലുപരി എനിക്ക് കുറെ ഇത് ചീത്തപ്പേരും കേട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്. പക്ഷെ ഞാൻ പറയും. പക്ഷെ അതാണ് ഞാൻ ഈ റിയാക്ഷൻ വീഡിയോസ് കൂടുതൽ ചെയ്യാൻ കാരണം കേട്ടോ. എനിക്ക് തെറ്റ് കണ്ട പറയണം. അതായത് എനിക്കത് കേട്ട് നിൽക്കാനുള്ള ഒരു ഇതില്ല. അപ്പൊ അതാണ് ഞാൻ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ കോഴ്സ് ഞാനൊരു അമ്മ ആയതുകൊണ്ട് തന്നെ കുട്ടികളെ കാര്യങ്ങള് അങ്ങനെയൊക്കെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഫാമിലി വ്ലോഗ് ചെയ്യുന്നുണ്ട്. അതായത് വീട്ടില് ജോലി ചെയ്യുന്ന കാര്യങ്ങള്, അതുപോലെ കാര്യങ്ങള്, മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള്, അതൊക്കെ ഞാൻ വീഡിയോസിൽ ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പൊ ഗൈസ്, ഞാനത് ഇഷ്ടത്തോടെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു യൂട്യൂബിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത് കൊണ്ട് ഒരുപാട് പേർക്ക് പ്രശ്നം ഉണ്ടോ ചോദിച്ചാല് നമ്മുടെ ഫാമിലിക്കല്ല, അല്ലാത്തവർക്കാണ് കേട്ടോ. കാരണം ഇവളെന്താണ് വീഡിയോസ് ചെയ്യണത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇവളൊക്കെ എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണത്, ഒരു രസവും ഇല്ല എന്നൊക്കെ ഒരു സംഭവങ്ങള് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം എനിക്ക് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ആഗ്രഹം ഇതാണ്. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളുണ്ട് വിചാരിച്ചിട്ട് അവർ ഒരിക്കലും ഭാരമല്ല. പക്ഷെ എൻ്റെ ആഗ്രഹങ്ങൾ ഒരിക്കലും ഞാൻ അവസാനിപ്പിക്കൂല. എനിക്ക് എൻ്റെതായിട്ടുള്ള ആഗ്രഹങ്ങൾ കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു മേഖല ഞാൻ തിരഞ്ഞെടുത്തുന്നുള്ളൂ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്. എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഡബ് സ്മാഷ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യാറുണ്ട്, വ്ലോഗ് ചെയ്യുന്നുണ്ട്. അതെന്റെ താല്പര്യം കൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്നെ കുറിച്ച് പറയാം. ഞാനാണ് എൻ്റെ വീട്ടിലത്തെ മൂത്ത മോള്. അപ്പോൾ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എൻ്റെ അച്ഛനും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളെ വളർത്തിയത്. അപ്പോൾ ഞങ്ങൾ 4 പെൺകുട്ടികളായതുകൊണ്ട് തന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. അവന് ഭയങ്കര ഫുള്ള് പെൺകുട്ടികളാണ്, വീടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വീടൊക്കെ ആയി, കല്യാണം ആയപ്പോഴത്തേക്കിനും വീടായി. ഞാൻ എൻ്റെ പുതിയ വീട്ടിൽ നിന്നാണ് ഞാൻ ഇറങ്ങിപ്പോയത് കേട്ടോ. അതൊക്കെ എനിക്ക് വളരെയധികം സന്തോഷമായിട്ടുള്ള കാര്യങ്ങളാണ്. ആ സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു,
കല്യാണം ഒന്നും ഇപ്പൊ വേണ്ട, അങ്ങനെയാണ് ഇങ്ങനെയാണ് പഠിക്കല്ലേ. പക്ഷെ ഞാൻ അന്ന് എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് ഏറ്റവും നല്ലൊരു തീരുമാനമാണ് എനിക്ക് തന്നത് കേട്ടോ, കല്യാണം. അന്ന് ഞാൻ കുറേ സങ്കടപ്പെട്ടെങ്കിലും ഇന്ന് ഞാൻ കുറേ അഭിമാനിക്കുന്നുണ്ട്. കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സപ്പോർട്ട് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. ഞാൻ എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടോ, എത്രത്തോളം സങ്കടങ്ങൾ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ, അത്രത്തോളം എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ച് എൻ്റെ ഏട്ടനാണ്. എനിക്ക് എല്ലാ സപ്പോർട്ടും, ഈ വീഡിയോസ് ആണെങ്കിൽ തന്നെ വീഡിയോസ് എടുക്കാനും എല്ലാതും എൻ്റെ ഏട്ടൻ കാരണമാണ് കേട്ടോ. എൻ്റെ ഏട്ടൻ തന്നെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വരും. കാരണം ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്, ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. എൻ്റെ ഫാമിലിയിലായാലും ശരി, ഇവിടെ പറഞ്ഞാൽ എൻ്റെ ഏട്ടൻ്റെ വീട്ടിലല്ല, എൻ്റെ ഏട്ടൻ്റെ ഫാമിലിയിലുള്ള കുറച്ച് ആൾക്കാർ കളിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ചില ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എൻ്റെ നിറം എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അന്ന് ഞാൻ കുറേ സങ്കടപ്പെട്ടിരുന്നു. പക്ഷെ അതൊക്കെ എന്തിനാന്നൊക്കെ ആലോചിച്ചപ്പോൾ ഞാൻ ചിരിക്കാറുണ്ട്. കാരണം അന്ന് കുറേ വേദനിപ്പിച്ചെങ്കിലും ഇന്ന് എനിക്ക് ദൈവം ഒരുപാട് ഭാഗ്യം കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ ഏട്ടനായാലും ശരി, എൻ്റെ മക്കളായാലും ശരി, എൻ്റെ മക്കളൊക്കെ ഉള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഒരുപാട് ഹാപ്പിയാണ്. കാരണം ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെൻ്റെ ഏട്ടന്, എൻ്റെ മക്കള് ആണ്. കാരണം അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ ജീവിക്കുന്നത് തന്നെ. കാരണം എനിക്കൊരു ആഗ്രഹമുണ്ട്, എൻ്റെ മക്കള് നല്ല രീതിയിൽ വളർത്തണം. അപ്പോൾ എൻ്റെ പ്രൊഫഷന് ഞാൻ അങ്ങനെ വെറുതെ നിന്നിട്ട് കാര്യമില്ല. എൻ്റെ ആഗ്രഹങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി ഉപേക്ഷിക്കാനും ഞാൻ തയ്യാറല്ല. അപ്പൊ അതാണ് ഞാൻ ഈ വീഡിയോസ് ഇടാൻ കാരണം കേട്ടോ. ഹസ്ബൻഡിന്റെ പേര് ഷിബു എന്നാണ്. ഏട്ടനൊരു കാർപ്പൻ്ററാണ്, ഒരു ആശാരിപ്പണിക്കാരനാണ്. എൻ്റെ ഏട്ടൻ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ മെന്റലി ആയാലും എല്ലാതായാലും. ഞാൻ ഇങ്ങനത്തെ ഒരു വ്യക്തി ആയിരുന്നില്ല. ഒരു മൂഡ് ഓഫ് അടിച്ച്, ഒന്നിനും ഒരു ഹാപ്പി ഇല്ലാതെ, അതുപോലെ തന്നെ ടെൻഷൻ അടിച്ച്, ഒരു കോൺഫിഡൻസ് ഇല്ലാതെ ജീവിച്ച ഒരു സാഹചര്യത്തിലായിരുന്നു ഞാൻ. പക്ഷെ ആ ഒരു ഇതൊന്നും ഈ ഒരു ഇതിൽ ഞാൻ ഇത്രത്തോളം സ്മാർട്ടായിട്ട്, അല്ലെങ്കിൽ ഇത്രത്തോളം ഞാൻ പറയാൻ കാരണം, ഇത്രത്തോളം ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ പറയാൻ കാരണം എൻ്റെ ഹസ്ബൻഡ് മാത്രമാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് എനിക്ക് തരുന്ന സ്നേഹം, കെയർ, ഹാപ്പിനെസ്, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഈ ഒരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് 0 സബ്സ്ക്രൈബ്സ് ആയിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചിരുന്നു എനിക്ക് ആരും ഉണ്ടാവില്ല, ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആരും ഉണ്ടാവില്ല, അതുപോലെ തന്നെ മറ്റുള്ളവർ കളിയാക്കുന്നുണ്ട് കേട്ടോ. അന്നും കളിയാക്കുന്നുണ്ട്, ചിലവര് കളിയാക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ നേരെ ആരും കളിയാക്കുന്നില്ല. പക്ഷെ ആരൊക്കെ കളിയാക്കുന്നുണ്ട്, ആരൊക്കെ നമ്മളെ കളിയാക്കി പറയുന്നുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ അതൊന്നും നമുക്ക് ഇവിടെ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് 0 സബ്സ്ക്രൈബ്സ് ആയിരുന്നു. പിന്നെ എനിക്ക് ഇപ്പോൾ ഒരു 6.7K സബ്സ്ക്രൈബ്സ് ആയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞ് ഞാനത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഞാൻ എവിടെ വരെ എത്തൂല. എനിക്ക് കുറേ ലക്ഷങ്ങളോ എനിക്ക് മില്യൺസോ സബ്സ്ക്രൈബ്സോ ഒന്നും അല്ല. ചിലർ വിചാരിക്കുന്നുണ്ടാവും ഇവർക്ക് ഇത്ര ആയപ്പോഴത്തേക്കും ഇങ്ങനെ പറയാനും എന്താ അത്ര ഉള്ളതെന്ന്. കാരണം ഗൈസ്, എനിക്കതൊരു അഭിമാനമാണ്. കാരണം എന്നെ കൊണ്ട് ഒന്നും കഴിയില്ല എന്ന് പറഞ്ഞവര് ഇപ്പൊ വായ അടുപ്പിച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ. കാരണം നിന്നെ കൊണ്ട് ഒന്നും കഴിയില്ല, നിന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞവര് അവിടെ മുന്നിൽ എനിക്ക് ജീവിക്കണം. എന്നെ കുറ്റം പറഞ്ഞവരുടെ മുന്നിൽ എനിക്ക് ജീവിക്കണം. കാരണം എന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. അപ്പൊ അവരോടൊക്കെ എനിക്ക് പ്രതികാരമല്ല കേട്ടോ, ഒരു മധുര പ്രതികാരം എന്നൊക്കെ പറയില്ലേ, അത് എനിക്കുണ്ട് കേട്ടോ. കാരണം എനിക്ക് ചെറുപ്പം തൊട്ടേ എന്നെ മനസ്സുകൊണ്ട് വേദനിപ്പിച്ച കുറേ ആൾക്കാരുണ്ട്. അവരുടെ മുന്നിലേക്ക് എനിക്ക് മധുര പ്രതികാരം ചെയ്യാം. അതാണ്, അല്ലാതെ എനിക്ക് ആരോടും പ്രതികാരം തീർക്കാനോ കാര്യങ്ങളോ ഒന്നുമല്ല. എന്നെ മെന്റലി തകർത്ത കുറേ വ്യക്തികളുണ്ട്, അതൊന്നും ഞാൻ മറക്കില്ല കേട്ടോ. പക്ഷെ ആരോടും ഞാനൊരു ദേഷ്യം കാര്യങ്ങളൊന്നും കാണിക്കത്തില്ല. ഞാൻ അങ്ങനെയാണ്. പറയുന്നത് എന്താണ്, എനിക്ക് നല്ലൊരു യൂട്യൂബർ ആവണം. അത്യാവശ്യം സബ്സ്ക്രൈബ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനിയും എനിക്കിത് വേണം. കാരണം ഇത് പറഞ്ഞല്ലോ, യൂട്യൂബ് ഒരു വരുമാന മാർഗമാണെന്ന്. കാരണം അഫ്കോഴ്സ് ഒരു വരുമാന മാർഗമാണ്. അതേപോലത്തെ എന്നെ പോലത്തെ ഒരുപാട് അമ്മമാരുണ്ട്, സ്ത്രീകളുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതൊരു പാഷനായിട്ട് കൊണ്ടുപോകാം. അപ്പൊ ഞാന് എന്ത് പറഞ്ഞാലും ഒരുപാട് പേര് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ ഞാനത് മുടക്കിയിട്ടില്ല. കാരണം എൻ്റെ ആഗ്രഹങ്ങൾ എനിക്ക് കൊണ്ടുപോകാൻ അറിയാം. മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് പറഞ്ഞാലും നമ്മളെ കേൾക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇവിടെ വരെ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എൻ്റെ കഷ്ടപ്പാട് കൊണ്ട് തന്നെയാണ്, എൻ്റെ ഒരു ഇത് കൊണ്ട് തന്നെയാണ്. കാരണം എനിക്ക് ഒരാളെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷെ ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് എന്തെങ്കിലും കഴിവുണ്ട്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റും എന്നുള്ള ഒരു അറിവ് എനിക്കുള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഇവിടെ വരെ എത്തിയതിൽ ഇനിയും എനിക്ക് ആ ഒരു ഇത് വേണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ യൂട്യൂബ് നമ്മള് ഇൻകത്തിന് വേണ്ടിയിട്ട് എന്താ പൈസക്ക് വേണ്ടിയിട്ടാണ്, അങ്ങനെയാണ്. അഫ്കോഴ്സ് ഇത് നമുക്കൊരു ഒരു പൈസക്ക് വേണ്ടി മാത്രമല്ല, ഇതൊരു പ്രൊഫഷനായിട്ട് ഞാൻ ഇപ്പൊ കാണുന്നത് കേട്ടോ. കാരണം ഈ ഒരു ഇത് എനിക്ക് യൂട്യൂബ് ഇൻഫ്ലുവൻസർ ആവണം. പിന്നെ അതുപോലെ തന്നെ
പിന്നെ എന്താ എനിക്കിതൊന്നും ഒരു ഇത് കിട്ടുക, ഒരു ഇൻകം കിട്ടുകയാണെങ്കിൽ അത്രയും സന്തോഷം. എനിക്കും എനിക്ക് എൻ്റെ ഫാമിലിക്ക് കൊടുക്കാൻ പറ്റുമല്ലോ. എൻ്റെ ഫാമിലിയെ എനിക്ക് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരുത്തണം. എൻ്റെ ഫാമിലിയാണ് എനിക്ക് ഏറ്റവും വലുത്. എൻ്റെ ഫാമിലി ആയാലും ശരി, എൻ്റെ ഏട്ടൻ്റെ ഫാമിലീസ് ആയാലും ശരി, എനിക്ക് ഒരുപാട് പേരോട് കടപ്പാടുണ്ട്. അപ്പൊ അവരൊക്കെ എനിക്ക് സഹായിക്കണം എന്നുണ്ട്. അതൊക്കെ ഞാൻ ഈ ഒരു എനിക്ക് സഹായിക്കണം എന്നാണ് തന്നെയാണ് കേട്ടോ എൻ്റെ ആഗ്രഹം. അപ്പൊ ഗൈസ് ഇത്രയുള്ളൂ ട്ടോ എന്നെ കുറിച്ച് പറയാൻ. എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഞാന്, ഏട്ടൻ, എൻ്റെ മക്കൾ, ഇതിന്റെ ഇടയിലാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നത്. എനിക്ക് സമയം അധികം കിട്ടാറില്ല. എങ്കിലും ഞാൻ എൻ്റെ പണിയുടെ വീട്ടുകാര്യം നോക്കണം, കുട്ടികളെ നോക്കണം, എൻ്റെ എല്ലാതും നോക്കണം. ഇതിന്റെ ഇടയിൽ കൂടെയാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. ചിലപ്പോൾ എഡിറ്റിങ്ങും കാര്യങ്ങളും ഇതൊന്നും ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവില്ല. അപ്പോ ഇതൊക്കെ ഇതിന്റെ കൂടെയാണ് ചെയ്യുന്നത്. അതായത് ഈ മോന്റെ ഇടയിൽ, മോന് 1.5 വയസ്സുള്ളൂ. അപ്പൊ മോന്റെ ഇടയിൽ കൂടെയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പരിമിതികളും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. എന്നാലും എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം, എൻ്റെ ഒരു ഇത് അറിഞ്ഞു തന്നിട്ടാണ് എൻ്റെ ഏട്ടൻ എനിക്ക് ഫോണും കാര്യങ്ങളൊക്കെ എനിക്ക് മേടിച്ചു തന്നു. ഓക്കെ, അതൊക്കെ എൻ്റെ ഏട്ടൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ ഗൈസ് എന്നെ കുറിച്ച് പറയാനേ. അപ്പോ ഇനിയും ഇത്രയും സപ്പോർട്ട് തന്നതുപോലെ തന്നെ ഇനിയും സപ്പോർട്ട് വേണം കേട്ടോ. അപ്പൊ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എല്ലാരോടും ബൈ.